പച്ചമുളക് 4 കൊണ്ട് 2ആയിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഇനി നമുക്ക് വഴുതനങ്ങയും വെണ്ടയ്ക്കയും തക്കാളിയും നമുക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം പുളിയുമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഈ കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കഷ്ണങ്ങളും പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികളെടുക്കാം. 2.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സാമ്പാർ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ബാക്കി കഷ്ണങ്ങളും പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. 2 വഴുതനങ്ങയും 5 വെണ്ടയ്ക്കയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, തക്കാളി, പുളിയും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു തവ അടുപ്പിൽ വെക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പത്തിലേക്ക് ചെറിയ ഉള്ളി, കൂടെ 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഈ പൊടികളിട്ട് നല്ലതുപോലെ മൂത്ത് വരും. ഇത് നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം.